അദ്ദേഹം മന്നാർഗുഡി മാഫിയയുടെ സ്വഭാവം സഭയിൽ തെളിയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്പീക്കറാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇത്തരം ഒരു ധാർഷ്ട്യം പറയില്ല. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള വളരെ വിവാദമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ് സ്പീക്കർ ചെയ്യേണ്ടത്. അല്ലാതെ തന്നിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നത്, ശശികല പറയുന്നത് ഏറ്റു പറയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു സ്പീക്കറാണ് ഇപ്പോൾ അവിടെ നിന്നിരിക്കുന്നത് ശ്രീ ധനപാലൻ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ AIADMKയുടെ ഈ എടപ്പാടി പളനിസ്വാമിയും ധനപാലനും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ സംഘം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാം. ശ്രീ മസൂദ്, എങ്ങനെയാണ്? കാരണം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള കളിയാണോ സഭയിൽ നടക്കുന്നത്? അതൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം വോട്ടെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു, അങ്ങനെ സഭ കൂടി വോട്ടെടുപ്പ് നടന്നു. സ്പീക്കറുടെ വിവേചന അധികാരി ഉപയോഗിച്ച് അവരുടെ ബ്ലോക്കുകളായിട്ട് തിരിച്ചു. അപ്പോൾ 3 ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ 3 ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വന്നത് പളനിസ്വാമിക്കാണ്. അപ്പോൾ ഇനിയുള്ള 3 ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പിൽ പളനിസ്വാമിക്ക് വോട്ട് കിട്ടിക്കളയും എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ ബഹളമെല്ലാം നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് നാളെ തമിഴ്നാട് ഭരിക്കേണ്ടുന്ന മുഖ്യമന്ത്രി ആയേണ്ട ആളാണ്. പക്ഷെ കുറച്ചുകൂടി ആത്മസംയമനം പാലിക്കണമായിരുന്നു. യെസ്, അതായത് ശ്രീ മസൂദ്, കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് മാധ്യമപ്രവർത്തകരുടെ ഓഡിയോ അടക്കം അവിടെ കട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും അവർക്ക് ഇൻഫർമേഷൻ ഒന്നുമേ ലഭിക്കാത്ത തരത്തിലേക്ക് അവിടെ പ്രതിഷേധിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും ഒരു തിരുത്തെന്ന രീതിയിലല്ല, കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷേ അത് ഔദ്യോഗിക തലത്തിലേക്ക് വരുമ്പോൾ 3 ബ്ലോക്കുകളിൽ 114, അത് വോട്ടിംഗ് പൂർത്തീകരിച്ചിട്ടില്ല. പളനിസ്വാമിയെ അനുകൂലിക്കുന്ന 114 പേരുണ്ട് ഈ 3 ബ്ലോക്കുകൾ എന്നാണ് ഇവർ ആ തരംതിരിക്കപ്പെടുന്നത്. പക്ഷേ അവരുടെ എന്താണ് അവരുടെ നിർണ്ണയം, അവർ വിധി എഴുതുന്നത് എന്ന തരത്തിലേക്കുള്ള അവർ വിധിയെഴുത്ത് ഔദ്യോഗികമായി വന്നിട്ടില്ല. സ്പീക്കർ തേടാൻ ആ അവസരത്തിലേക്ക് കടന്നിട്ടുമില്ല. ചെറിയൊരു തിരുത്ത് മാത്രമാണ്. 114 പേർ പളനിസ്വാമിയെ അനുകൂലിക്കുന്നവരാണ് ആദ്യ 3 ബ്ലോക്കുകളിൽ ഉള്ളത് എന്നാണ് തിരുത്ത്. ഉഷ, അത്ഭുതങ്ങൾ സംഭവിക്കുമോ, അതോ ഈ പറയുന്ന രീതിയിൽ ജനാധിപത്യത്തെ കൂടി വരുതിയിലാക്കാൻ നടത്തുന്ന ശ്രമമെന്ന് DMK ആരോപിക്കുന്നു, അവിടെ കോൺഗ്രസ് ആരോപിക്കുന്നു, പനീർശെൽവവും ആരോപിക്കുന്നു. അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതകളൊക്കെ എങ്ങനെ വിലയിരുത്താം? 114 പേരല്ലല്ലോ 7.5 കോടി ജനങ്ങളെ ഭരിക്കേണ്ടത്. കാരണം ഇവിടെ 7.5 കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് അതിൻ്റെ അകത്തിരിക്കുന്നവർ. അതിൽ ഭൂരിപക്ഷം DMK ആകട്ടെ മറ്റുള്ളവരാകട്ടെ എല്ലാവരും പറയുന്നതിൻ്റെ അടുത്തേക്കായിരിക്കണമായിരുന്നു സ്പീക്കറിൻ്റെ ആ ഒരു രീതി പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇദ്ദേഹം കുറച്ചു പേരെ മാത്രം അംഗീകരിച്ച് കുറച്ചു പേർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ലോകത്തിൽ ഒരു സ്ഥലത്തും നടക്കാത്ത വിധത്തിലുള്ള നിയമങ്ങൾ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു. വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു. സുതാര്യതയിൽ നിന്നും അത് വീണ്ടും വേറൊരു വലിയ കാരാഗ്രഹത്തിലാണ് ഇപ്പം തമിഴ്നാടിൻ്റെ തന്നെ എല്ലാ MP-മാരും MLA-മാരെല്ലാം അതിൻ്റെ അകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? പുറത്തോട്ട് അവർ യാതൊരുവിധ സമ്പർക്കം, ഇപ്പം തന്നെ പറയുന്നു മീഡിയ എല്ലാം പിടിച്ചു പുറത്താക്കി, അവരോട് സംസാരിക്കാൻ വിടുന്നില്ല. ഇത് എവിടെ നടക്കുന്നതാണ്? ഇത് എന്താണ് ഇങ്ങനെ നടക്കുന്നത് ഇന്ത്യക്കകത്ത്? ഇത് ലോകം കാണുന്നില്ലേ? ലോകം ശ്രദ്ധിക്കുന്നില്ലേ? നമുക്കൊക്കെ എന്ത് പ്രൊട്ടക്ഷനാണ് ഇനി ഇവിടെ കിട്ടാൻ പോകുന്നത്? എങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ജീവിക്കാൻ പറ്റും? ഇതാണ് നമ്മൾ പറയുന്നതുണ്ട്, അധികാരമോഹത്തിന് വേണ്ടി എന്തുമാകാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇത് ആവർത്തിക്കപ്പെടും. ഇതിപ്പോ ഒരു സംസ്ഥാനത്ത് നടന്നാൽ ബാക്കിയുള്ള 28 സംസ്ഥാനങ്ങളും ഇത് ആവർത്തിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നുകിൽ വോട്ടെടുപ്പിലൂടെ, ഇല്ലെങ്കിൽ ആളുകളുടെ കൈപൊക്കലൂടെ, ഏതെങ്കിലും വിധത്തിലാണല്ലോ അവിടെ വോട്ടെടുപ്പ് നടക്കേണ്ടത്. ഇത് ഓരോ ബ്ലോക്ക് തിരിക്കുക. ഇത് എന്താണ് ബ്ലോക്ക് തിരിച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ ആദ്യത്തെ ബ്ലോക്കിൽ ഉൾപ്പെടുത്തി അവരെല്ലാവരും വോട്ട് ചെയ്തു. അതിൽ 114 പേര് വോട്ടിംഗ് ഔദ്യോഗികമായി വന്നിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളവര് സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ ബ്ലോക്കിലുള്ള ആൾക്കാരാണ്. അത് വോട്ട് ഈ രീതി പോലും ഒരു പക്ഷേ അത്ഭുതപ്പെടുത്തുന്നതാണ്, അവലംബിക്കാൻ കഴിയാത്ത. ശ്രീ ജോർജ് കുര്യൻ, അത് അങ്ങനെ തന്നെയാണോ വിലയിരുത്തേണ്ടത്? ഇവിടെ എന്ത് തന്നെ ആയാലും ഒരു അനിശ്ചിതാവസ്ഥ, രാഷ്ട്രപതി ഭരണം, നിങ്ങളോ
ആരോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ തന്നെ മാറി നിൽക്കുന്നവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സമീപനം, ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് DMK അടക്കം ആഗ്രഹിക്കുന്ന സാഹചര്യം തന്നെയാണ്. അതിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ തെളിയുകയാണ്. കാരണം ഒരു വളരെ വ്യക്തമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകും ഇപ്പോഴത്തെ സ്ഥിതിക്കാണെങ്കിൽ. സഭയിൽ പോലും ഇത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നു, വ്യക്തമായ ഒരു രാഷ്ട്രീയ ലാക്കോടി കൂടി വരികയാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ അടക്കം ഒരുപക്ഷെ നിലവിലെ നോംസിനനുസരിച്ചൊക്കെ വിരുദ്ധമായ രീതിയിലേക്ക് സ്പീക്കർ ഇടപെട്ടുവോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ വന്നേക്കാം. അങ്ങനെ എന്ത് തന്നെ പോയാലും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകും, വ്യക്തമായ ചില ഇടപെടൽ വേണ്ടിവരും. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് പളനിസ്വാമി ഇവിടെ ഭൂരിപക്ഷം തെളിയിച്ചില്ല എങ്കിൽ ഗവർണർ വീണ്ടും വിളിക്കും. ആർക്കാണ് ഭൂരിപക്ഷം ഉള്ളതോ അവർക്ക് വിളിക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷം അവകാശപ്പെടുന്നവരെ വിളിച്ചിട്ട് വീണ്ടും അവസരം കൊടുക്കും. കാരണം 99 അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭ ഈ വിശ്വാസ വോട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് അങ്ങനെ അവസരം കൊടുത്തിരുന്നു. പക്ഷെ ആർക്കും തന്നെ അന്ന് അവകാശവാദം ഉന്നയിച്ചവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് വിളിക്കാതിരുന്നത്. ഇവിടെ ഈ പളനിസ്വാമി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് പന്നീർസെൽവത്തിൻ്റെ കൂടെ ഈ AIDMKയിലെ ഭൂരിപക്ഷം ആൾക്കാർ പോയാൽ പന്നീർസെൽവത്തിനെ വിളിക്കാവില്ല. അതിന് അങ്ങനെ അവസരം കൊടുക്കാം. അല്ലാതെ പളനിസ്വാമി പരാജയപ്പെട്ടാൽ അപ്പോഴേ ഗവർണർ ഭരണം അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം എന്നുള്ള രീതിയിലേക്കല്ല വരുന്നത്. അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷം ആർക്കും അത് രൂപീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഗവർണർ പ്രസിഡന്റ് ഭരണത്തിലേക്ക് കേന്ദ്ര ഭരണത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി സംശയിക്കേണ്ട. ഗവർണർ പ്രക്രിയ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ പരാജയപ്പെട്ടാൽ അടുത്തയാൾക്ക് കൊടുക്കും. തീർച്ചയായും. സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്താണ് സഭയിൽ കാണാൻ കഴിയുന്നത്? പ്രജീഷ്, തമിഴ്നാട് നിയമസഭയിൽ ഒ പന്നീർസെൽവം വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന MLA മാർ, DMK MLA മാർ, കോൺഗ്രസ് MLA മാർ, മുസ്ലിം ലീഗ് MLA ഇവർ ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ ഒരു ബഹളത്തിൽ സഭ 3ാം തവണയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ല, വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും DMKയും പന്നീർസെൽവം വിഭാഗവും ആവശ്യപ്പെടുന്നത് വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്നും അല്ലെങ്കിൽ രഹസ്യ ബാലറ്റ് വഴി വോട്ടെടുപ്പ് നടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സ്പീക്കർ D ധനപാലൻ അംഗീകാരം നൽകിയില്ല. ഒന്നുകൂടി ചേർക്കുകയാണ് ശ്രീ സന്തോഷ്, കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഇപ്പോൾ DMK MLA മാർ സ്പീക്കറെ വളഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും സഭയിൽ ഏകദേശം അക്രമത്തിലേക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. സന്തോഷ്, കൂട്ടിച്ചേർക്കാം. പ്രജീഷ്, തമിഴ്നാട് നിയമസഭയിൽ സംഘർഷത്തിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനിടെ മറ്റൊരു കാര്യം സംഭവിച്ചത്, ഈ നിയമസഭയിലുള്ള മീഡിയ റൂമിലുണ്ടായിരുന്ന ശബ്ദ സംപ്രേഷണം, അതായത് സഭാ നടപടികളുടെ ശബ്ദം കേൾക്കാനായി അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്ക് ഒരുക്കിയിരുന്ന സൗകര്യം, ആ സംവിധാനം കൂടി കട്ട് ചെയ്തിരിക്കുകയാണ്. അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സഭയിൽ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ചിത്രം മാധ്യമ പ്രവർത്തകർക്ക് പോലുമില്ല. അല്പസമയം മുമ്പാണ് ഈ സംവിധാനം, ശബ്ദ സംപ്രേഷണം കൂടി നിർത്തിവെച്ചിരിക്കുന്നത്. ഏതായാലും സഭയിൽ സംഘർഷത്തിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വോട്ടെടുപ്പ് തുടരാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും സ്പീക്കർ D ധനപാലനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒ പന്നീർസെൽവവും DMK MLA-മാരും സഭയിൽ ബഹളം വെക്കുന്നത്. സ്പീക്കർ രാഷ്ട്രീയം കളിക്കുന്നു, രഹസ്യ ബാലറ്റ് അനുവദിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ സഭ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് സ്പീക്കർ ഉള്ളത്. പ്രത്യേകിച്ചും ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും ഒ പന്നീർസെൽവം DMKയും ഉൾപ്പെടുന്ന മറു ക്യാമ്പിനും ഒരേ രീതിയിലുള്ള ശക്തിയുണ്ട് സഭയിൽ. അതുകൊണ്ട് തന്നെ സഭ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. യെസ്, മടങ്ങിയെത്താം. ഇപ്പോൾ സഭയിൽ സ്പീക്കറെ വളഞ്ഞിരിക്കുന്നു DMK MLA-മാർ. ഒപ്പം പന്നീർസെൽവത്തെ അനുകൂലിക്കുന്ന ആളുകൾ ശക്തമായി തന്നെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ഷഫീർ, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു അടിയിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിലേക്ക് സഭയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ആത്യന്തികമായ വിഷയങ്ങൾ രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നു. അവിടെ സ്പീക്കർ, ഒരു റഫറിയുടെ ഭാഗത്ത് നിൽക്കേണ്ട സ്പീക്കർ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ആരോപണം. സ്വാഭാവികമായിട്ടും ഈ സഭയിൽ ശശികലയുടെ നോമിനിയായിട്ടുള്ള സ്പീക്കർ അവരുടെ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞാൻ ആദ്യമേ തന്നെ പറയാം. ബ്ലോക്ക് തിരിച്ചുള്ള സംഭവം ഭരണഘടനാ വിരുദ്ധം. 2, ഓപ്പൺ വോട്ട് വേണമോ സീക്രട്ട് വോട്ട് വേണമോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം സ്പീക്കർക്കുണ്ട്.
പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫ്ലോറിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ സുരക്ഷിതത്വം, MLA-മാരുടെ സുരക്ഷിതത്വവും MLA-മാരുടെ സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ബാധ്യത സ്പീക്കർക്കുണ്ടല്ലോ. ഇപ്പോൾ ആ സുതാര്യത തന്നെ ഇവിടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലായപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് DMK കളിക്കുന്ന കളി എന്താണെന്ന് വെച്ചാൽ, DMKയും മറ്റുള്ള നിയമസഭാംഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്നത്തെ വിശ്വാസ പ്രമേയം തടസ്സപ്പെടുത്തുകയും ആ തടസ്സപ്പെടുത്തോടുകൂടി അത് അഡ്ജേൺ ചെയ്യപ്പെടുകയും MLA-മാർ പുറത്തിറങ്ങി ജനങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് DMK ഇവിടെ പയറ്റാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പനീർസെൽവത്തിന് കൃത്യമായിട്ടറിയാം, ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സംശയവും വേണ്ട, പളനിസ്വാമി ജയിക്കും. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും 2 ദിവസം ഒരാഴ്ച കൂടി അങ്ങോട്ട് നീങ്ങുകയും ചെയ്താൽ ഒരു കാരണവശാലും 3 MLA-മാരെ പിടിക്കാൻ പനീർസെൽവത്തിനും കോൺഗ്രസിനും DMK-ക്കും ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റും. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ പനീർസെൽവത്തിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്നിപ്പോൾ മാറിയതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് പനീർസെൽവം ആഗ്രഹിക്കുന്നത്. കാരണം ജനങ്ങളുടെ വികാരം ജയലളിതയ്ക്ക് അനുകൂലമായ ഒരു വികാരം, അവരുടെ മെമ്മറി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ള തന്ത്രം തന്നെയാണ് പനീർസെൽവം പയറ്റുക. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പളനിസ്വാമിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും പനീർസെൽവം DMK-യും കോൺഗ്രസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഭരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. കാരണം എന്താ, DMK-യെ ഏറ്റവും കൂടുതൽ DMK ഫാക്ടർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തമിഴ്നാട്ടിൽ AIDMK-യുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പനീർസെൽവത്തിന് DMK-യോടൊപ്പം നിന്നുകൊണ്ട് ഭരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടാലും വരുന്ന കാലയളവുകളിൽ ജയലളിത വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും DMK-യുടെ എതിർവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനാണ് യഥാർത്ഥ അമ്മയുടെ ആൾ, ഞാനാണ് യഥാർത്ഥ അമ്മയുടെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന ആൾ എന്ന രാഷ്ട്രീയം ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം ജനങ്ങൾ നിൽക്കുകയും ചെയ്താൽ പനീർസെൽവം ഇപ്പം ആഗ്രഹിക്കുന്നത് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിനും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ശ്രീ പളനിസ്വാമിയുടെ രാഷ്ട്രീയം നിൽക്കുക. ഇന്ന് ഒരു സംശയം വേണ്ട പ്രതീക്ഷയെ, ഇന്ന് വോട്ടെണ്ണി കഴിയും, ഇന്ന് വൈകുന്നേരത്തിനകത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കും. അത് സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചിട്ടായാലും ശരി തന്നെ, കാസ്റ്റിംഗ് വോട്ടൊക്കെ നടത്താമല്ലോ, കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചിട്ടായാലും ശരി തന്നെ ഭൂരിപക്ഷത്തോടു കൂടി പളനിസ്വാമിയെ അധികാരത്തിൽ ഏൽപ്പിച്ചിട്ട് ഇന്ന് സ്പീക്കർ ഇറങ്ങൂ. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിവേചനാധികാരത്തിനോട് പുറമെ രാഷ്ട്രീയ അധികാരം കൂടിയാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് എങ്ങനെയെങ്കിലും വോട്ടെടുപ്പ് മാറ്റിവെക്കുക എന്നുള്ള പൊളിറ്റിക്സ് ആണ് മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി നടത്തിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു സംശയം വേണ്ട, വിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു, വിപ്പൊക്കെ ലംഘിച്ചാലും ശശികല കൊടുത്ത വിപ്പ്, ശശികലയ്ക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിപ്പുകൾ സുപ്രീം കോടതിയിൽ പോലും ചോദിച്ചു വീഴാൻ സാധ്യതയുള്ളയിരിക്കവേ MLA-മാർ പരസ്പരം ഈ ബ്ലോക്കായി തിരിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോകുന്നെങ്കിൽ പോലും ഏറ്റവും അവസാനം ചെല്ലുമ്പോൾ ശശികലയ്ക്കെതിരായിട്ട് MLA-മാർ തിരിയാനുള്ള രാഷ്ട്രീയ സാഹചര്യം വളരെ കൂടുതലാണ്. ഇത് സ്പീക്കർക്ക് തിരിച്ചറിയാം, ഇവിടുത്തെ പളനിസ്വാമിക്ക് തിരിച്ചറിയാം. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം, ഇന്ന് തെരഞ്ഞെടുപ്പിൽ പളനിസ്വാമി ജയിക്കും. അതിനുശേഷം തമിഴ്നാട്ടിലെ മുഴുവൻ ജില്ലകളിലും പളനിസ്വാമി ജയലളിതയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് അവിടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് റാലിക്ക് തൊട്ട് മുമ്പുള്ള റാലികൾ നടത്തും, സ്മൃതി കുടീരങ്ങളിലേക്ക് റാലികൾ നടത്തും, ജനവികാരം ഇളവും. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 3 മാസത്തിനുള്ളിൽ 10-ൽ കൂടുതൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് പ്രേക്ഷകർക്ക്. ഇപ്പോൾ സഭയിൽ നിന്നും ലഭിക്കുന്നത് DMK അംഗങ്ങൾ കസേര വലിച്ച് എറിയുന്നു, സ്പീക്കറുടെ കസേരയിലേക്ക് പാഞ്ഞെടുക്കുന്നു, കസേര വലിച്ചെറിഞ്ഞു, മേശപ്പുറത്ത് ഉള്ള പേപ്പർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ച് നിലത്തേക്ക് എറിയുന്നു, ഡയസിൽ കയറി സ്പീക്കറുടെ കസേര തകർത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരള നിയമസഭയിലൊക്കെ കണ്ടതിനും അപ്പുറത്തേക്ക് ഉള്ള വൈകാരികമായ നിമിഷങ്ങൾ സ്പീക്കറിലെ ഡയസ് മുഴുവൻ തകർത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്തോഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉടൻ തന്നെ നൽകും. ശ്രീ ദേവദാസ്, എങ്ങനെ മനസ്സിലാക്കുന്നു സാഹചര്യത്തെ? ഒരു വ്യക്തമായ അക്രമത്തിലേക്ക് പോകുന്നു തമിഴ്നാട് നിയമസഭ, പിന്നിലെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞില്ലേ പ്രജീഷ്, ഇത് കള്ള് ഷാപ്പ് പോലെ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇതിലും കൂടുതൽ 89-ൽ ജയലളിതയുടെ സാരി അഴിച്ചിന്
സാരി കീറി വലിച്ചു കീറിയ രംഗം ഇവിടെ ആവർത്തിക്കും. എന്നിട്ട് അതിലേ കൂടിയായിട്ടേ വരുള്ളൂ. ഇത് കള്ള് ഷാപ്പ് തന്നെയാണ്. ജനാധിപത്യത്തെ കള്ള് ഷാപ്പാക്കി മാറ്റിയത് ആര് എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇനി ഇതിലും കൂടുതൽ എന്തറിയാ, ഈ സ്പീക്കർ AIDMK നിർണായകമായ രംഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു. ശ്രീ ദേവദാസ്, സ്പീക്കർ ഇപ്പോൾ സഭ വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇരിക്കാൻ ഇരിപ്പിടമില്ലാതെ ഇരിപ്പിടം ഇപ്പോൾ തകർത്തിരിക്കുകയാണ് DMK അംഗങ്ങൾ. ശക്തമായ നാടകീയ രംഗങ്ങളാണ് സഭയിൽ നിന്നും ലഭിക്കുന്നത്. സന്തോഷ് ചേരുന്നു, സന്തോഷ്, സഭയിലെ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയാണോ? പ്രജീഷ്, സഭയിൽ കനത്ത സംഘർഷം നടക്കുകയാണ്. DMK അംഗങ്ങളാണ് സഭയിൽ വലിയ രീതിയിലുള്ള സംഘർഷം, കലാപത്തിന് സമാനമായ സാഹചര്യം. സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറി DMK MLA-മാർ ടേബിളിൽ കയറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കസേരകൾ എറിഞ്ഞു തകർക്കുന്നു. സ്പീക്കർ D ധനപാലനെ MLA-മാർ ചുറ്റും കൂടി നിന്ന് ഗരാവോ ചെയ്യുകയാണ്. അത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയ്ക്ക് അകത്തുള്ളത്. ഈ സംഘർഷഭരിതമായ ഈ അന്തരീക്ഷം പുറത്തെത്താതിരിക്കാൻ മാധ്യമങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും ഇതിനകത്തു നിന്നുള്ള വാർത്തകൾ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ സംഘർഷമുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. DMK അംഗങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ഈ വോട്ടെടുപ്പ്, വിശ്വാസ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് DMK അംഗങ്ങൾ. ഈ തിടുക്കത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത്. ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് സ്പീക്കറുടെ ഡയസ് പോലും അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് DMK MLA-മാരുടെ പ്രതിഷേധം എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നു. വോട്ടെടുപ്പ് ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഏതായാലും വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രജീഷ്, വ്യക്തമാണ്. ഇപ്പോൾ DMK MLA അലാടി അരുണ ചെയറിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആർപ്പ് വിളിക്കുകയാണ്. സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം. ഒപ്പം ആലടി അരുണയാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഒപ്പം നിയമവിദഗ്ധരുടെ പ്രതികരണം വന്നിരിക്കുന്നു. മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞിരിക്കുന്നത് സഭയിൽ നിന്നുള്ള വിശദാംശങ്ങൾ സാധാരണഗതിയിൽ ടെലിവിഷനിലൂടെ എല്ലാവർക്കും ലഭ്യമാകുന്നു. ഇത് ടെലിവിഷൻ ഓഡിയോ അടക്കം പ്രസ് റൂമിലെ കട്ട് ചെയ്തുകൊണ്ട് നിലപാടെടുത്തിരിക്കുന്ന സ്പീക്കറുടെ നിലപാട് പ്രതിഷേധാർഹമെന്നാണ് മുതിർന്ന മുൻ ജസ്റ്റിസ് കൂടിയായ ശ്രീ മാർക്കണ്ഡേയ കഡ്ജു വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയിൽ നിർണായകമായ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ശ്രീ ജോർജ് കുര്യൻ, ഇതിന് പിന്നിലൊരു രാഷ്ട്രീയം വ്യക്തമായിട്ടും ഉണ്ടോ? ആ രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ നേരത്തെ അഡ്വക്കേറ്റ് BRM ഷഫീർ സൂചിപ്പിച്ചതുപോലെ അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആണ് എന്ന് അറിയിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ സഭ പിന്നീട് കൂടാൻ വേണ്ടി പിരിയോ, ആ രീതിയിൽ തീരുമാനം വീണ്ടും മാറ്റിവെക്കേണ്ടതായിട്ടാണ് വരുന്നത്. കാരണം എന്താണ് സഭയിൽ സംഭവിച്ചത് എന്ന് പൂർണ്ണമായിട്ട് അത് സ്പീക്കറിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ്. കാരണം ഈ സമയം കൊണ്ട് തന്നെ മുഴുവൻ MLA-മാരുടെയും വോട്ടെടുപ്പ് നടത്താമായിരുന്നു. ബ്ലോക്ക് തിരിച്ച് നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി കോടതിയിൽ പോയാൽ തന്നെ സ്പീക്കർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ സമയം കൊണ്ട് തന്നെ ഇവിടെ ഫ്ലോർ ടെസ്റ്റ് നടത്താനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ബ്ലോക്ക് തിരിച്ചിരിക്കുന്നു. അതിനിടയിൽ പിന്നെ എത്ര പേർ വോട്ട് ചെയ്തെന്ന് നോക്കുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പം എന്തോ ഒരു സംശയം സ്പീക്കർക്കുണ്ടായിരിക്കുന്നു. കാരണം പളനിസ്വാമി ഭൂരിപക്ഷം തെളിയിക്കില്ല എന്നൊരു സംശയം സ്പീക്കർക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം ഈ വോട്ടിംഗ് നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ സ്പീക്കർ തന്നെ സഭയ്ക്കകത്ത് അവിടുത്തെ അന്തരീക്ഷം മോശമാകാനുള്ള മുൻകൈ എടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ സ്പീക്കറാണല്ലോ നിയന്ത്രിക്കേണ്ടത്. ആ നിയന്ത്രണമൊക്കെ അദ്ദേഹം തകർക്കുന്ന രീതിയിലേക്ക് സ്പീക്കർ പോയി. അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി സഭാ അംഗങ്ങളും കൂടെ അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനി അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പീക്കർ പിന്നീട് അറിയിക്കുമായിരിക്കും. എന്താണ് ഇനി പിന്നീട് സഭ കൂടുവോ ഇല്ലയോ എന്നുള്ളത് സ്പീക്കർ അറിയിക്കേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം അതിന്റെ വിശദീകരണം ഒരുപക്ഷെ അറിയിപ്പ് വന്നേക്കാം. ശ്രീ ജോർജ് കുര്യൻ, മടങ്ങിയെത്ത ഇപ്പോൾ സെൽവം DMK MLA സ്പീക്കറുടെ കസേര കൈവശപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ SB മധു, എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തെ? DMK ശക്തമായിട്ടാണ് നിങ്ങൾ സഭയിൽ അക്രമം അഴിച്ചുവിടുന്നത്. 2 ദിവസം മുന്നേ ഇതേ ചാനലിൽ ഒരു ചർച്ചയിൽ ശ്രീ ലാൽ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. DMK എന്താണ് ഈ സംഭവങ്ങളിലെല്ലാം പ്രതികരിക്കാത്തത്? തമിഴ്നാട്ടിൽ ഇത്രയും രാഷ്ട്രീയ അരാജകത്വം അരങ്ങേറിയിട്ടും DMK എന്താണ് മൗനം പാലിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സഭയിൽ നടക്കുന്നത് ജനകീയ വികാരമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട പ്രതിനിധികൾ
സഭയിൽ വന്നിരുന്ന് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് കൂട്ടുനിൽക്കണമെന്നാണോ താങ്കൾ ചോദിക്കുന്നത്? എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് തുടക്കം എവിടെ നിന്നാണ്? ADMKയുമായി യാതൊരു പുലബന്ധവുമില്ലാതെ ജയലളിത പടിയടച്ച് പിണ്ടം വെച്ച് ശശികലയെ ജയിലിലാക്കിയതിന് വേണ്ടിയിട്ടല്ലേ ഈ തമിഴ്നാട്ടിൽ ഈ ആഭാസത്തരങ്ങളെല്ലാം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പളനിസ്വാമി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ശശികല പോയിസ് ഗാർഡനിലെ അടുക്കളയിൽ നിന്ന് എഴുതി കൊടുത്ത ഒരു ചീട്ടുമായിട്ടാണ് ഗവർണറെ കാണാൻ പോയത്. ശശികലയ്ക്ക് എന്ത് അധികാരം പാർട്ടി പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ? പാർട്ടിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ശശികല പറയുമ്പോൾ അതും ഇപ്പോൾ നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലെ സമാധാന അന്തരീക്ഷം മുഴുവൻ തകർത്ത് തമിഴ്നാട്ടിലെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ കൂട്ടുനിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് DMK ശക്തമായി പ്രതികരിക്കും. കാരണം DMK പ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ ജനങ്ങളുടെ അഭിപ്രായം അവർക്ക് അവിടെ രേഖപ്പെടുത്താൻ ഉള്ള അവസരം നൽകിയില്ലെങ്കിൽ ഏത് വിധേനയും അത് തടയുക എന്നുള്ളത് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ, അതായത് 88-ലെ രംഗങ്ങൾ ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ കേൾക്കാൻ, ശ്രീ PV തോമസ് കേൾക്കണം, എല്ലാവരും പ്രേക്ഷകരും കേൾക്കാൻ. 88-ലെ രംഗങ്ങൾ ആവർത്തിക്കുന്നു. സഭയ്ക്കുള്ളിലേക്ക് പോലീസ് ഇരച്ച് കയറിയിരിക്കുന്നു. തമിഴ്നാട് ചരിത്രത്തിൽ ഏറ്റവും ഒരുപക്ഷെ നിർണായകമായ ചരിത്രം തനിയാവർത്തനമായി വരുന്നു. ചില ദുഷ്പ്രവണതകൾ, ശരിയില്ലായ്മയുടെ തലങ്ങൾ. ശ്രീ മസൂദ്, ഈ കാണുന്നതിന് പിന്നിലൊക്കെ തന്നെ രാഷ്ട്രീയമാണോ നിഴലിക്കുന്നത്? DMKയുടെ ഈ പോര്, DMK തൊടുത്തുവിട്ടിരിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റ്, ഇരിപ്പിടമില്ലാതെ സ്പീക്കർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ശ്രീ മസൂദ്, വളരെ ന്യായമായ കാര്യങ്ങളല്ല ഇപ്പോൾ അവിടെ നടന്നത്. അവിടെ നിയമസഭയിലുണ്ടായിരിക്കുന്ന കക്ഷികൾ അവർ വീണ്ടും അധികാരത്തിലെത്തേണ്ടവരാണ്. സ്റ്റാലിനെല്ലാം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളുകളാണ്. പക്ഷെ അവർ തന്നെ ഈ സഭയ്ക്കകത്ത് ഈ ബഹളമുണ്ടാക്കുകയും സ്പീക്കറുടെ കസേര മറിച്ചിടുകയും അവിടെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ജനാധിപത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് ജനാധിപത്യമായിട്ട് അവരങ്ങ് വിശ്വസിച്ചോട്ടെ. പിന്നെ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സഭ തീരുമാനിക്കണം. അത് കൈ ഉയർത്തി വോട്ട് ചെയ്യണോ എന്നുള്ള കാര്യം സ്പീക്കർ തീരുമാനിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ഒരു MLA ആയിരിക്കും സ്പീക്കർ. സ്വാഭാവികമാണ്. അതുകൊണ്ട് അങ്ങേര് സ്പീക്കറായി വന്ന ഉടനെ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ ഊരി വെച്ചേക്കണമെന്ന് പറയുന്നവനോട് മസൂദ്, ഈ ബ്ലോക്ക് തിരിച്ചുള്ള ഈ വോട്ടെടുപ്പ് എവിടെയാണ്, ഏത് ഭരണഘടനയിലാണ് പറയുന്നത്? അത് കീഴ്വഴക്കം തന്നെയാണോ സ്വീകരിക്കുന്ന നിലപാട്? അല്ല, അവലംബിക്കുന്നത്? ചന്തയിൽ കൂറ് വയ്ക്കുമല്ലോ, ഈ കൂറ് 10 രൂപ, അടുത്ത കൂറ് 10 രൂപ, അതിന്റെ അടുത്ത കൂറ് 15 രൂപ. ഇതേ നിലപാടാണ് സ്പീക്കർ തുടരുന്നത്. ഇത് ജനാധിപത്യമല്ല, ഇതൊരു കറുത്ത ദിനമാണ് തമിഴ്നാട്ടിൽ. അതെ, തമിഴ്നാട് അസംബ്ലിയിൽ നടത്തിയ അതേ നടപടിയാണ് ഈ ചാനലിന്റെ രംഗത്ത് എൻ്റെ ബഹുമാനിയ സ്നേഹിതൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. കൂറുവെപ്പ്. എന്നെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള അവകാശം തരണം. സ്പീക്കർ ചെയ്യുന്ന എല്ലാം AIDMKക്കാർ അംഗീകരിക്കണമെന്നില്ല. അയാൾക്ക് എന്തെങ്കിലും നടപടികൾ കാണുമായിരിക്കാം. അത് പിന്നെ കോടതികളും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അതിന് നമ്മൾ ശരിയാണോ ഈ നടപടി? ശ്രീ മസൂദ്, ശരിയല്ല. AIDMKയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ശരിയല്ല. അതായത് ഈ സ്പീക്കർ രാഷ്ട്രീയം കളിക്കുകയാണോ? ഈ സ്പീക്കറുടെ ഈ നടപടി ശരിയല്ല. അതായത് സ്പീക്കർ വ്യക്തമായി ഒരു പക്ഷേ രാഷ്ട്രീയം കളിക്കുന്നു. രാഷ്ട്രീയം കളിക്കുവാനാണല്ലോ എല്ലാ പാർട്ടികളുടെയും സ്പീക്കർമാർ ശ്രമിക്കുന്നത്. അതിൽ ഈ ധനവാന് മാത്രം കളിക്കണമെന്ന് പറയുന്നതിനോട് യോജിക്കാനൊക്കില്ല. പക്ഷെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ മേൽ കുതിര കയറാനുള്ള ശ്രമം നടത്തുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നത്. അത് കോൺഗ്രസിന്റെ 8, DMKയുടെ 89. ഇതെല്ലാമാണ് കൂരുകയറ്റം. പക്ഷേ ഒരു കാര്യം വ്യക്തം, ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മാറി അമ്മയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് പന്നീർശെൽവം പോയാൽ വോട്ട് കിട്ടുമെന്ന് ആരും കരുതണ്ട. കാരണം ഈ ശശികല എന്ന് പറയുന്ന ഇവരുടെ പേര് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യം പറഞ്ഞത് പന്നീർശെൽവം ആണ്. ശരി,
നിർബന്ധിച്ച് വിളിച്ച് ഒപ്പുവെച്ചു എന്ന് പക്ഷെ ഇതൊന്നും പറഞ്ഞു. ജനങ്ങൾക്ക് അറിയുന്നില്ല, ജനങ്ങളിലേക്ക് വരുന്നില്ലല്ലോ. ഈ താങ്കൾ അവകാശപ്പെടുന്ന പോലെ ശശികല അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് പോകുമ്പോൾ ആരും കരയുന്നില്ല, മൂക്ക് ചീറ്റുന്നില്ല, അതിപ്പോ ആരുമേ എല്ലാ- ആത്മാഹൂതിക്ക് അല്ല, അതിപ്പോ ഈ ശ്രമിക്കുന്നില്ല. കരയണമെന്നില്ല. ഒരു കാര്യം, പ്രജീഷ്, ഒരു കാര്യം. അതല്ല. ഒരു കാര്യം. അതല്ല. അതായത് ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തതിന് ശേഷം ശശികല ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പര്യടനം നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്തുകൊണ്ട് ആ പര്യടനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്? പര്യടനം നടത്തുന്നതോ മാറ്റിവെക്കാൻ കാരണം ജയലളിതയുടെ മരണം ഉയർത്തിയ ചോദ്യങ്ങളാണ് അവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തിയത്. ശരി, പറയൂ പറഞ്ഞോ. യെസ് തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ പി വി തോമസ് ദേവസ്വം അല്ലല്ല ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം അല്ല താങ്കളിലേക്ക് വരാം. താങ്കൾ ദയവായി സഹിഷ്ണുതയോട് താങ്കൾ കേൾക്കുക. താങ്കൾ മുതിർന്ന നേതാവാണ്, ദയവായി. അതായത് ശ്രീ പി വി തോമസ്, തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾ, അതായത് നമ്മളൊക്കെ തന്നെ കേരള നിയമസഭയിലൊക്കെ ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരു പക്ഷേ ന്യായമായ ആവശ്യങ്ങളൊക്കെ ഉയർത്തിയ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടി നൽകുന്നുണ്ടായിരിക്കും. അതിനപ്പുറത്തേക്കൊരു ഫ്ലോർ ടെസ്റ്റ് വിശ്വാസ വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ ഇന്ന് വിധി നിർണ്ണയിക്കേണ്ട ദിവസമാണ്. അവിടെ കാണുന്ന ഈ കോലാഹലങ്ങൾ, പോലീസ് ഇരച്ചു കയറുന്നു 88-ന് സമാനമായ തലത്തിലേക്ക്, ഇതൊക്കെ രാഷ്ട്രീയമായ ദിശയിൽ കൂടി പരിശോധിച്ചാൽ എങ്ങനെ വിലയിരുത്തേണ്ടി വരും ശ്രീ പി വി തോമസ്? ഇത് ബീഹാർ അസംബ്ലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ മറ്റു ചില തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കാണുന്നത്. ഏതായാലും ഇതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ ഇനിയൊരു വിധിയെഴുത്ത് നടക്കുകയാണെങ്കിൽ ആ വിധിയെഴുത്തിന് അത് വലിയ ഒരു ഫെയർനെസ് ഒന്നും കാണാൻ സാധിക്കുകയില്ല നമുക്ക്. അതുകൊണ്ട് അത് എത്രയും വേഗം നീട്ടിവെക്കുകയും അത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടത്തുവാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് സ്പീക്കർ ചെയ്യേണ്ടത്. അത് സ്പീക്കർ ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് സംശയമുള്ളത്. കാരണം സ്പീക്കർക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ചാണ് അദ്ദേഹം പോകുന്നത്. പിന്നീട് ഇവിടെ കേൾക്കുകയുണ്ടായി, അതായത് പനീർശെൽവത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും കിട്ടിയില്ല എന്ന്. ഒരുപക്ഷെ എനിക്കറിയാം, രാഷ്ട്രീയം അറിയാവുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ പനീർശെൽവത്തെ കാണുന്നത് ജയലളിതയുടെ അനന്തരാവകാശിയായിട്ടായിരിക്കും. കാരണം 3 or 4 പ്രാവശ്യം ജയലളിതയ്ക്ക് അധികാരം വിട്ടൊഴിഞ്ഞ് ജയിലിൽ പോകേണ്ടി വന്നപ്പോഴും ആശുപത്രിയിൽ പോകേണ്ടി വന്നപ്പോഴും എല്ലാം ആരെയായിരുന്നു ജയലളിത വിശ്വാസപൂർവ്വം അധികാരം ഏൽപ്പിച്ചത്? പനീർശെൽവത്തെയായിരുന്നു, ഒരിക്കലും ശശികലയായിരുന്നില്ല. ശശികല എവിടെ പോയിരുന്നു? ഉണ്ടായിരുന്നില്ല അവിടെ. ശശികലയെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ജയലളിത വിശ്വസിച്ചിരുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള ജയലളിതയുടെ പൈതൃകം അല്ലെങ്കിൽ ലെഗസി തീർച്ചയായിട്ടും പനീർശെൽവത്തിനുണ്ട്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ ഈ സഭയ്ക്കുള്ളിൽ കാണുന്നത്. പക്ഷേ സ്പീക്കർക്ക് അബദ്ധവശാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്പീക്കർ ഒരു ഗവൺമെൻറ്റിനെ, ഒരു ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പരാജയപ്പെടുകയും ചെയ്യും. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ദേവദാസ്, എങ്ങനെ കാണുന്നു ഈ രാഷ്ട്രീയ നാടകങ്ങളെ, പൊറാട്ട് നാടകങ്ങളെയൊക്കെ? പ്രജീഷ്, ഇത് കള്ള് ഷാപ്പിനെ നാണിപ്പിച്ചില്ലേ? ഇത് അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഇപ്പം ഈ DMK ADMK പറയുന്ന ഒരു ചോദ്യം ചോദിക്കൂ, എന്തുകൊണ്ട് ജയലളിത തലക്കടിയേറ്റ് അബോധാവസ്ഥയിൽ വന്നപ്പോൾ ഇവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇപ്പോൾ DMK പറയുന്നു നമ്മൾ നിയമസഭയിൽ പ്രതികരിക്കുന്ന കണ്ടില്ലേ, അവരെന്തുകൊണ്ട് 77 ദിവസം പ്രതികരിച്ചില്ല? അവരെന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി? അവർക്കെല്ലാം ഇതിൽ ലാഭമുണ്ട്. ഇത് കൊള്ളയടിയാണ്. സാധാ തമിഴന്മാരെ കൊള്ളയടിക്കുന്ന ഒരു വിഭാഗമാണ് ADMK DMK. അതിന് ഈ ഗവർണർ കൂട്ടുനിന്നു. ഗവർണർ ഒന്നാമത്തെ ദിവസം ഇപ്പൊ ശശികലേനെ വിളിച്ചാൽ ഇത് നടക്കൂലായിരുന്നുവല്ലോ. അതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. 164 ഫ്ലോർ ടെസ്റ്റ് അന്ന് ഗവർണർ നടത്തിയിരുന്നെങ്കിൽ ഈ പനീർശെൽവവും സെറ്റും ഇത് നടത്തൂലായിരുന്നല്ലോ. ഇപ്പൊ ശശികലേനെ അറസ്റ്റ് ചെയ്ത്, അപ്പോൾ ശശികലേനെ ജയിലിൽ അടച്ചാൽ പിന്നെ ശശികല പറയുന്നു പളനിസ്വാമിനെ ആക്കണമെന്ന്. അപ്പം ട്രാൻസ്ഫർ ഓഫ് പവർ ഒരു ഇതും ഇല്ലാണ്ട് ഫ്ലോയിൽ നിൽക്കില്ലായിരുന്നോ? എന്തുകൊണ്ട് ഇതിലേക്ക് നടത്തിയത് ആര്? അത് ഗവർണറാണ്. ആരുടെ ഇത് പ്രകാരം 2 BJP കേന്ദ്രമന്ത്രിമാരുടെ വിഡ്ഢി ഉപദേശം കേട്ടിട്ടാണ് ഈ ഗവർണർ ഇത് ചെയ്തെന്ന് പറയുന്ന ഞാനല്ല. BJPയുടെ തലമുതിർന്ന നേതാവ് MP-യുമായ സുബ്രഹ്മണ്യ സ്വാമി. അതാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടി ആരാണ് ഉപദേശിച്ചത്? അതുകൊണ്ട് ആരാണ് ജയലളിതയുടെ കൊലപാതകം മറച്ചു വെച്ചത്? അത് പറ. എന്തുകൊണ്ട് ഗൗതമിയുടെ എഴുത്തിന് പ്രധാനമന്ത്രി ഇന്നും മറുപടി അയക്കുന്നില്ല? അത് പറ. എന്തുകൊണ്ട് ശശികല
ശശികല പുഷ്പ എന്ന് പറയുന്ന MP കോടതിയിൽ പോയിട്ടും ഈ AIADMK ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ല. എന്തുകൊണ്ട്? ജല്ലിക്കെട്ടിന് വേണ്ടിയിട്ട് പോത്തിന് മിണ്ടാപ്രാണീനെ കൊല്ലാൻ വേണ്ടി സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ച തമിഴ്നാട് ഗവൺമെൻറ്റും ജനങ്ങളും എന്തുകൊണ്ട് ജനാധിപത്യത്തെ വ്യഭിചരിക്കുമ്പോൾ മറീന ബീച്ചിൽ എത്തുന്നില്ല? ഇതാണ് ചോദ്യം. ഇവർക്ക് വേണ്ടത് കൊള്ളയടിയാണ്. കൊള്ളയടിക്കേണ്ട വീതം വെക്കലാണ് ഈ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കർണാടകയിലും ഈ തമിഴ്നാട്ടിലും നടക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്നത് ഗവർണറും ഈ സ്പീക്കർ എന്ന് പറയുന്നത് DMK-ക്കെതിരെയാണ് ആരോപണങ്ങൾ കൂടുതലായി വരുന്നത്. ഇന്ന് സഭയിൽ ഇപ്പോൾ ഒന്നുകൂടി അറിയിച്ചു കൊള്ളട്ടെ, ശെൽവം ഇപ്പോൾ തകർക്കപ്പെട്ട ആ കസേരയിൽ കയറി അദ്ദേഹം ഇരിക്കുകയാണ്. സ്പീക്കറുടെ കസേരയിൽ DMK MLA ആണ് അദ്ദേഹം. പിടിവിടാതെ കസേരയ്ക്ക് മുകളിൽ അദ്ദേഹം കയറി ഇരിക്കുകയാണ്. സ്പീക്കർ ഭയന്നുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയതായും ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭിക്കുകയാണ്. ശ്രീ SB മധു, അതായത് ഈ വീതം വെയ്പ്പിൻ്റെ രാഷ്ട്രീയ വീതം വെയ്പ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളും എത്തിയിരിക്കുന്നു. സഭയിലെ ഈ കോലാഹലങ്ങളൊക്കെ ശ്രീ മസൂദ് അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. ശ്രീ ദേവദാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ, അതായത് ഇത്രയും നാൾ മിണ്ടാതിരുന്ന അതായത് ജയലളിതയുടെ മരണം സംബന്ധിച്ച് DMK കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ മന്ത്രിയോ MLA മാരെല്ലാം ശവപ്പറമ്പിലും ആശുപത്രിയിലുള്ളവരാണ് ജയലളിതയുടെ പേരിൽ. അന്നത്തെ സമയത്ത് ഗവർണറെ കണ്ടു, ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് തമിഴ്നാട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അത് DMK-യുടെ പ്രതിനിധികളാണ്, ലോയേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 1. 2, ഇദ്ദേഹം പറഞ്ഞു ജല്ലിക്കെട്ടിനെതിരെ പറഞ്ഞു. ഇവിടെ ബോക്സിങ്ങിൽ എത്ര മനുഷ്യരുടെ മൂക്കാണ് ഇവിടെ ഇടിച്ചു തകർക്കുന്നത് ഓരോ വർഷവും. താങ്കൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്ത? മനുഷ്യനെ ഇടിച്ച് മൈതാനമാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ കാളയെ വെട്ടിക്കൊന്ന് ബീഫ് വെച്ച് കഴിക്കാം, ബീഫ് വെച്ച് ആഘോഷിക്കാം. പക്ഷേ അതൊരു കായിക വിനോദമായിട്ട് കാളയ്ക്ക് യാതൊരുവിധ ദേഹോദ്രവം ഏൽപ്പിക്കാതെ നടത്തുന്ന ഒരു ആഘോഷമാണ് അവരുടെ ജല്ലിക്കെട്ട്. അപ്പോൾ താങ്കൾ അതിനെ പിടിച്ച് ഈ രാഷ്ട്രീയത്തെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ, ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ദയവായി ശ്രമിക്കരുത്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് DMK കൂട്ടു നിൽക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഇത് തടയേണ്ട ഒരു കാര്യമാണ്. അത് ഏത് വിധേനയും തടയണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് വെറുതെ ഈ ചർച്ചയെ നമ്മൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കരുതെന്നാണ് ദയവായി എൻ്റെ അപേക്ഷ. യെസ്, തീർച്ചയായും മടങ്ങിയെത്താം. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്, സഭയിൽ നടക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ സാധ്യതകൾ എങ്ങനെയാണ്? നേരത്തെ ഷഫീർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപക്ഷെ ഇത് വിവേചനാധികാരം ഉപയോഗിച്ച് ഇന്ന് തന്നെ പല വഴികൾ തേടി ഈ സ്പീക്കർക്ക് സഭയിൽ ഇന്ന് ഫ്ലോർ ടെസ്റ്റ് പൂർണ്ണമാക്കാം. അതോ ഈ പറയുന്ന രീതിയിൽ ഒരു ശക്തമായ പ്രതിഷേധം സഭയിൽ രൂപപ്പെടുത്തി സ്പീക്കറിൻ്റെ ഡയസ് തകർത്ത്, കാരണം മലയാളികളെക്കാൾ കൂടുതൽ വൈകാരികമായി ഇടപെടുന്ന ഒരു പാരമ്പര്യമുള്ള തമിഴ് ജനത, ആ MLA മാരൊക്കെ തന്നെ ആ തലത്തിലേക്കൊക്കെ തന്നെ പോയാൽ, കാരണം നമ്പരുമുണ്ടല്ലോ, 89, മാത്രമല്ല പനീർശെൽവത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്, അവരൊക്കെ തന്നെ ശക്തമായി നിന്നാൽ സ്പീക്കർക്ക് മുന്നിൽ തേടാവുന്ന വഴികൾ എന്തായിരിക്കാം? അല്ല, സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ ഭൂരിപക്ഷം തെളിയണമല്ലോ. അല്ലാതെ സ്പീക്കർക്ക് വേറെ മാർഗമൊന്നുമില്ല. സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ അധികാരി സ്പീക്കറാണല്ലോ. അപ്പോൾ സഭ എപ്പോൾ കൂടണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഉള്ളത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സ്പീക്കർ എപ്പോഴാണ് സഭ ചേരേണ്ടത് എന്ന് സഭ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ടെടുപ്പ് നടക്കുകയും അത് അറിയിക്കേണ്ടത്, ഗവർണറെ അറിയിക്കേണ്ടത് സ്പീക്കറാണ്. മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്ക്, അതായത് കോടതിയുടെയോ അല്ലെങ്കിൽ ഗവർണറുടെയോ സഹായം സ്പീക്കർ തേടാത്തിടത്തോളം കാലം, കാരണം നേരിട്ട് കോടതിയുടെ സഹായം തേടാൻ സാധിക്കില്ല, സ്പീക്കർ ഗവർണറുടെ സഹായം തേടാനും സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സഭയുടെ നാഥൻ എന്ന രീതിയിൽ സ്പീക്കർ തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ വോട്ടെടുപ്പിൻ്റെ വിവരം അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, നിർണായകമായ നാടകീയ രംഗങ്ങൾ തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നു. ശ്രീമതി TT ഉഷ, ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം ഇച്ഛിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ തമിഴ്നാട്ടിലെ പല അസ്തിത്വങ്ങൾ, അതായത് ADMK-യുടെ അസ്തിത്വത്തിന് ഏൽക്കാൻ പോകുന്ന ക്ഷതം, അവിടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പോകുന്ന
DMK നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, BJP ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടത്തുന്ന നീക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ എങ്ങനെയായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ? ഒറ്റ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, അമ്മയുടെ മരണത്തോടുകൂടെ തന്നെയാണ് ജല്ലിക്കെട്ട് പ്രശ്നം അവിടെ ഉദിക്കുന്നത്. അമ്മ അതിലോട്ട് തുടങ്ങിയിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ആ ഒരൊറ്റ നേതൃത്വം അവിടുന്ന് മാറിയപ്പോൾ തന്നെ അധപ്പതനമാണ് AIDMKയുടെ. ഇല്ലെങ്കിൽ AIDMK എന്ന് പറയുന്ന ഒരു വൻ ശക്തിയുടെ ഒരു തീർത്തും തീരാൻ പോകുന്ന അവസ്ഥയാണ് അന്ന് മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടുവരുന്നത്. ഇതാ ഇപ്പൊ തന്നെ MLA-മാരെ കൊണ്ടുപോയി പൂട്ടിയിടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നപ്പോഴേക്കും ആ ഒരു അവസ്ഥയ്ക്ക് പൂർണ്ണ വിരാമമായി. ഇനി അങ്ങോട്ട് ഉദിച്ചു വരിക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് AIDMK വേണമെങ്കിൽ അവരായിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാൻ. അല്ലാതെ ഈ MLA-മാരോ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടും ഇനി AIDMK ഒരു കെട്ടുറപ്പ് അവിടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കുകയാണ് നമുക്ക് AIDMK വേണം, AIDMK തന്നെ നമ്മളെ ഭരിക്കണമെന്ന്. ഇനി ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാ കൈകളിൽ നിന്നും അവിടുത്തെ AIDMKയുടെ അവസ്ഥ വിട്ടുമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അതാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജനപക്ഷം, ജനങ്ങൾ പറയുന്നു നമ്മളെ ഭരിച്ചിരുന്ന, നമ്മൾ അംഗീകരിച്ചിരുന്ന, എത്രയോ വർഷങ്ങൾ നമ്മൾ അനുസരിച്ചിരുന്ന ഒരു പാർട്ടിയെ ഇങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല, നമുക്ക് AIDMK തന്നെ വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായും ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതുവരേക്കും ഈ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ ശശികല വിഭാഗം തന്നെയാണ് ഈ അവസ്ഥ. തീർച്ചയായും ഈ പാർട്ടിക്കകത്ത് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു നാശം വിതച്ചിരിക്കുന്നത്. മസൂദ്, ഈ നാശത്തിൽ AIDMKയുടെ അല്ലെ ഈ പിന്നെ അടിവേര് കാണാൻ പോവുകയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ശശികല വിഭാഗം തന്നെയാണെന്നാണ് ആരോപണം. ഇത് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളാം ശ്രീ മസൂദ്, നിങ്ങൾക്ക് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് എന്തുകൊണ്ട് ഈ MLA-മാരെ അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല? അവിടേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ കൂടി DMKയുടെ സ്റ്റാലിൻ ചോദിക്കുന്ന ചോദ്യം, അവരുടെ MLA-മാർ മണ്ഡലത്തിലേക്ക് പോട്ടെ, അതിനുശേഷം ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് വരട്ടെ, അതിനെന്തിനു ഭയപ്പെടണം? അതിപ്പോ MLA-മാരിൽ ആരും പറഞ്ഞില്ലല്ലോ ഞങ്ങളെ കൊണ്ട് പൂട്ടിയിട്ടെന്ന്, ഞങ്ങളെ കൊണ്ടുവന്ന് ജയിലിലടച്ചു എന്നാരും പറഞ്ഞില്ലല്ലോ. അവർ പോലീസിനോടും ചോദിച്ചവരോടും പറഞ്ഞത് ഞങ്ങൾ സ്വന്തമായി വന്നിവിടെ താമസിക്കുകയാണ്, വോട്ടിങ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു പോകും. ഇതാണ് നമ്മൾ പത്രത്തിലൂടെ വായിച്ചത്, ചാനലിലും വന്നത്. പിന്നെ അന്നൊന്നും കാണാത്ത വികാരവും ആ MLA-മാരുള്ള സ്നേഹവും അന്നൊന്നും കാണിച്ചില്ല, ഇപ്പോഴാണ് തുടങ്ങുന്നത്. പൂട്ടിയിടപ്പെട്ട MLA-മാർ എന്തൊരു സ്നേഹം, അതിനോട് നമുക്ക് യോജിക്കാനൊക്കെ വരും. പിന്നെ ഈ പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ DMK-യിൽ നിന്നും പുറത്തു വന്ന് മലയാളിയായ MGR AIDMK രൂപീകരിച്ചപ്പോഴും CNA എന്ന് പറയുന്ന ആ അക്ഷരം, 3 അക്ഷരം, CN അണ്ണാദുരൈ, അറിഞ്ഞറണ്ണ, ആ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണത്തിലാണ് വന്നത്. അതുപോലെ പാർട്ടിയിൽ പിന്നെ രണ്ടാമത് ജയലളിതയെ കൊണ്ടുവന്നത് MGR അവറുകളാണ്. കൊണ്ടുവന്ന ഉടനെ മന്ത്രിയും കിന്ത്രിയും തന്ത്രിയൊന്നും ആക്കിയില്ല. കുറേ കാലം പാർട്ടിയുടെ ഓരോരോ സ്റ്റെപ്പായിട്ട് അവരെ വളർത്തി പ്രാസംഗികയാക്കി. ആ സ്റ്റെപ്പ് ഒന്നുമേ എന്തുകൊണ്ട് ശശികലയുടെ കാര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുന്നില്ല ശ്രീ മസൂദ്? അപ്പോൾ അതിനുള്ളൊരു കാരണം, ശശികല എന്ന് പറയുന്നത് പിന്നെ അമ്മയുടെ ഒരു തോഴിയായി അല്ലെങ്കിൽ ജോലിക്കാരിയായി അല്ലെങ്കിൽ എന്തെങ്കിലുമായി ആയിട്ട് പ്രവർത്തിച്ച അവസരത്തിലും എല്ലാ തീരുമാനങ്ങളും അമ്മ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ ആരും ഇപ്പം തട്ടിക്കളഞ്ഞിട്ട് അത് നിങ്ങൾ അമ്മയെന്ന് അവകാശപ്പെടുന്ന അമ്മ ജയലളിത പോലും അത് ജയലളിതയ്ക്ക് പോലും ഒരു പക്ഷേ എതിർപ്പുണ്ടായിരുന്നല്ലോ. ഒരു ജനറൽ സെക്രട്ടറി ആക്കാൻ ആഗ്രഹിക്കാത്ത ജയലളിത ശശികലയെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊക്കെ നിലപാടറിയിച്ചിട്ടുള്ള ജയലളിത എന്നെങ്കിലും താങ്കൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ ശശികല എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എൻ്റെ അഭാവത്തിൽ എന്നെങ്കിലും പാർട്ടിയുടേതോ, ഭരണം എന്തായാലും പരീക്ഷലത്തെ ഏൽപ്പിക്കുന്നു, പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നിർണായക സ്ഥാനത്തേക്ക് അവരോധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. MGR മരിക്കുന്ന അവസരത്തിൽ എൻ്റെ പിൻഗാമി ജയലളിതയാണെന്ന് MGRും പറഞ്ഞിട്ടില്ല. അണ്ണ മരിക്കുന്ന അവസരത്തിൽ അണ്ണ എൻ്റെ പിൻഗാമി ഇന്നാരാണെന്ന് പറഞ്ഞിട്ടില്ല.
രാഷ്ട്രീയത്തിൽ പിൻഗാങ്ങികൾ എന്നാരെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അതാ രാഷ്ട്രീയ പാർട്ടി കൂടി വേണം തീരുമാനിക്കാൻ അതിന് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആര് എന്ന്. അതുകൊണ്ട് അന്ന് ഇങ്ങനെ പഞ്ചായത്തിൽ നിർത്തിയോ അസംബ്ലിയിൽ നിർത്തിയോ എന്നുള്ളതൊന്നുമല്ല. വേറൊരു ഭാഗം പറയുന്നുണ്ട്, ഈ മന്നാർകുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് MLA സീറ്റ് വാങ്ങിച്ചു കൊടുത്തത് അമ്മയുടെ കയ്യിൽ നിന്നും ശശികലയാണ് എന്നും ഈ ഡേയ്സിൽ പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഇവിടെ വച്ച് കേട്ടതുണ്ട്. അപ്പോൾ അന്നേ അമ്മയുടെ പേരിൽ പിടിമുറുക്കം നടത്തിയിരിക്കുന്നല്ലോ ശശികല എന്നല്ലേ. അതായത് രാഷ്ട്രീയമായി വഴങ്ങുന്ന നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യം ശശികലയ്ക്കുണ്ടെന്ന് താങ്കൾ വാദിക്കുന്നു. അതെ അതെ, തീർച്ചയായും. ശ്രീ PV തോമസ്, ഇനിയുള്ള തമിഴ്നാടിന്റെ ഭാവി എങ്ങനെയായിരിക്കും? കാരണം ഈ സഭയിൽ ഇന്ന് എന്തുമേ സംഭവിച്ചു കൊള്ളട്ടെ, എന്ത് സംഭവിച്ചാലും വരാൻ പോകുന്ന നിമിഷങ്ങൾ അതാണോ ഈ DMK-യുടെ ഒക്കെ തന്നെ ഇപ്പോൾ ഇന്ന് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അത് നാളേക്ക് ഉള്ള മുതൽക്കൂട്ടായി കരുതി വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ ഇടപെടലുകളായി കാണേണ്ടതുണ്ടോ? BJP വളരെ നിഷ്പക്ഷമായി മാറി നിന്നുകൊണ്ട് പ്രതികരിക്കാതെ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ എന്തായാലും നാളെ ഈ ഭൂമികയിൽ, അതായത് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിൽ സംഭവിക്കാനുള്ള ചലനങ്ങൾ എങ്ങനെ കാണുന്നു താങ്കൾ, ശ്രീ PV തോമസ്, ദീർഘവീക്ഷണത്തോടെ? ആദ്യം തന്നെ ഈ സഭ മുമ്പോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പനീർശെൽവത്തിൻ്റെ ക്യാമ്പും DMK-യും കോൺഗ്രസും IUML-ഉം അവർക്കാണ് പ്രാതിനിധ്യമുള്ളത്. അവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സമ്മതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്കർ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റേണ്ടതായിട്ട് വരും. അദ്ദേഹം മാറ്റുമോ എന്നുള്ള കാര്യം ചോദ്യമാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യം അതാണ്. ഗവൺമെൻറ്റിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പാടില്ല. തമിഴക രാഷ്ട്രീയത്തിൻ്റെ ദ്രവിഡിയൻ പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദ്രവിഡിയൻ പൊളിറ്റിക്സ് തന്നെയാണ്. അത് DMK-യിലും ADMK-യിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാഷ്ട്രീയം മാത്രമാണ്. അവിടെ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJP-ക്കോ ഒന്നും യാതൊരു ശബ്ദവുമില്ല. അവിടെ കോൺഗ്രസിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവരുടെ അവസാനത്തെ മുഖ്യമന്ത്രി ഭക്തവത്സലോ മറ്റോ ആയിരുന്നു. അതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. കോൺഗ്രസിൻ്റെ ഒരുമാതിരി കഥ തീർന്ന പോലെ തന്നെയാണ് ഇവിടെ. പിന്നെ 7-8 സീറ്റോ കിട്ടുന്നുണ്ട്, അത് ശരിയാണ്. BJP-ക്കും അവിടെ കാര്യമായിട്ടുള്ള യാതൊരു പ്രാതിനിധ്യവുമില്ല. അപ്പോൾ DMK-യിലും ADMK-യിലും വരും. ഇപ്പോൾ ADMK രണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ത്രികോണ സംഭവമായിട്ട് വരും. പക്ഷേ ഇതിൽ ADMK-യിൽ ഒരു ADMK മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. അത് പനീർശെൽവത്തിൻ്റെ ആണോ അതോ ശശികലയുടെ ആണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. എൻ്റെ ഒരു വീക്ഷണത്തിൽ അത് മിക്കവാറും തന്നെ പനീർശെൽവത്തിൻ്റെ ADMK ആയിരിക്കും നിലനിൽക്കാൻ സാധ്യത. കാരണം ശശികലയ്ക്ക് അങ്ങനെയുള്ളൂ. ജാനകി രാമചന്ദ്രൻ്റെ വിധിയായിരിക്കാം ശശികലയ്ക്ക് ഉണ്ടാകാൻ സാധ്യത. അത് ഏതായാലും കണ്ടറിയേണ്ട കാര്യമാണ്. ശശികല ഏതാണ്ട് പ്രദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. 1980 NTR അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം, അതായത് ചന്ദ്രബാബു നായിഡു പാർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ NTR സിംഹഗർജനം എന്ന് പറഞ്ഞ് ആന്ധ്ര മുഴുവൻ ചുറ്റാനായിട്ട് ശ്രമിച്ചു. പക്ഷേ 2 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും ഉണ്ടായില്ല NTR-ൻ്റെ കൂടെ. അതായിരുന്നു ഈ NTR-ൻ്റെ ഗതിയെങ്കിൽ എന്തായിരിക്കാം ശശികലയുടെ ഗതിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം പാർട്ടിയുടെ സ്ട്രക്ചർ ആരുടെ കയ്യിലാണോ അവരായിരിക്കും നേതാവ്. ഇവിടെ പനീർശെൽവത്തിൻ്റെ കയ്യിലാണെങ്കിൽ പനീർശെൽവത്തിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ NTR-ൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര് മുമ്പോട്ടെടുക്കും, പാർട്ടി ആര് പിടിച്ചെടുക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ ജനങ്ങൾ നിൽക്കുകയും ചെയ്യും. അത് ജയലളിതയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും കിട്ടുകയില്ല എന്ന് ഇവിടെ ആരോ പറയുന്നതായിട്ട് കേട്ടു. പടം വെച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടുകയില്ല എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ നമുക്ക് ആ സെൻറ്റിമെൻറ്റ്സ് കണ്ടറിയാനേ പറ്റുള്ളൂ, നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ശശികലയ്ക്ക് കിട്ടുമോ, ശശികല പോയി കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അതും പനീർശെൽവത്തിന് കിട്ടാനാണ് സാധ്യത തീർച്ചയായിട്ടും. ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, സാഹചര്യം, അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് പനീർശെൽവത്തിനായിരിക്കും സാധിക്കുകയെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ശശികല എന്തു പറഞ്ഞായിട്ടായിരിക്കും പോവുക? ശശികല അഴിമതിക്കാരിയാണെന്ന് കോടതി പറഞ്ഞതല്ലേ, സുപ്രീം കോടതി പറഞ്ഞതല്ലേ. 4 വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് 6 വർഷം അതിനുള്ള പിഴയും കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷത്തിന് ശേഷം ശശികലയ്ക്ക് എന്ത് ഈ പാർട്ടിയിലേക്ക് ചെയ്യാൻ പറ്റും? ശശികല വയ്ക്കുന്ന ഈ പ്രോക്സികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അത് എടപ്പാടി ആയാലും ശരി, മറ്റ് ആരാണെങ്കിലും ശരി, സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ സഭയ്ക്കുള്ളിൽ എന്ത് നടക്കുന്നു നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ സഭയ്ക്ക് വെളിയിൽ തമിഴ്നാട്ടിൽ പനീർശെൽവത്തിനാണ് ഒരു ഭാവി കാണുന്നത്. DMK-യുമായിട്ട് പനീർശെൽവം ആയിരിക്കും മുഖാമുഖം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്.
എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായിരിക്കാം സഭയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. 1 മണിക്ക് വീണ്ടും സഭ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുമോ അതെയോ സ്പീക്കർ വീണ്ടും അത് അലമ്പിപ്പിരിയാനാണോ സാധ്യത എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സഭയിൽ ചെയർ വലിച്ചെറിയുന്നു, പേപ്പർ കഷ്ണങ്ങൾ വാരി വിതറുന്നു, ഡയസിലേക്ക് കയറുന്നു, സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്നു. ഇപ്പോൾ ശെൽവം DMKയുടെ MLA അദ്ദേഹം കസേരയിൽ പിടിച്ച് ഇരിക്കുകയാണ്. സഭയിൽ ഒരു MLAക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. നാടകീയമായ നിമിഷങ്ങൾ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആംബുലൻസിൽ ഒരു MLA ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടുപോവുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു അരക്ഷിതാവസ്ഥ തന്നെ ബോധ്യപ്പെടുന്നു സഭയിൽ. കാരണം ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ശ്രീ ഷെഫീർ, ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ ഉള്ളൊരു അന്ത്യം അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ? അല്ല, രാഷ്ട്രീയ ലാഭം എന്നല്ല ഞാൻ കാണുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഈ സംഭവവികാസങ്ങളോട് കൂടി തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജനാധിപത്യം അവിടെ കുഴിച്ചുമൂടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒറ്റ കാരണത്താൽ ഇന്നത്തെ ഈ സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം, ഈ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാം. പിന്നെ ഇവിടെ ബഹുമാനായ തോമസ് സാർ പറഞ്ഞു ഇവിടെ കോൺഗ്രസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 9% വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് 996 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആരെ ഭാഗത്താണോ കോൺഗ്രസ് മത്സരിക്കുന്നത് ആ ഭാഗം മാത്രമേ അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 9% കൂടുതൽ വോട്ട് ഇപ്പോഴും ബേസ് വോട്ടുകൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് TV തോമസ് സാറിനുള്ള മറുപടിയാണ്. 2 മസൂദ് സാഹിബ് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ, അവിടെ MLAമാർ ആരും പരാതി പറഞ്ഞില്ലല്ലോ, തെറ്റിപ്പോയതാണ്. അവിടെ മധുര സൗത്ത് MLA ശ്രീ ഗണേശൻ ക്യാമ്പിൽ നിന്ന് ചാടി വന്നിട്ട് പറഞ്ഞത് ഞങ്ങളെ അവിടെ ബന്ദിയാക്കിയിരിക്കുകയാണ്, മെഡിസിൻ പോലും തരുന്നില്ല, 32 MLAമാർ ഏത് സമയവും ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനിതിനെ വേറൊരു ഡൈവേർഷനിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. കാരണം ഈ റിസോർട്ട് രാഷ്ട്രീയം ഹരിയാനയിലും ബീഹാറിലുമൊക്കെ പരീക്ഷിച്ച റിസോർട്ട് രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്. ഭരണഘടനയും പിന്നെ കേന്ദ്രമന്ത്രിസഭയും ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. കാരണം ഒരു വിഷയം വരുമ്പോൾ MLAമാരെ ജനങ്ങളെ കാണാതെ മൊബൈൽ ഫോണുകളും ഓഫ് ചെയ്ത് അവരെ കുടുംബത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അടച്ചിടുക, ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് വരിവരിയായി കൊണ്ടുവന്ന് ഫ്ലോറിൽ കൊണ്ടുവന്ന് കൈവയ്ക്കുക. ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഭരണഘടന ഒരു അക്ഷരവും പറയുന്നില്ല. റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന MLAമാരെ അല്ലെങ്കിൽ MP മാരായിരുന്നാലും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം, ഒബ്സർവേഷൻ സുപ്രീം കോടതി എടുക്കേണ്ടതുണ്ട്. ഈ റിസോർട്ടിലേക്ക് കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് കൊണ്ടുവന്ന് തിരിച്ച് വോട്ട് ചെയ്യുന്ന സമീപനത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം പോലും നടത്തേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം പലയിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം. ഒരു കാര്യം കൂടി പറയാൻ പ്രതീക്ഷ അനുവദിക്കണം. ഇന്നലത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പുറത്തു വന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ജയലളിത വാസ് പോയിസ്ഡ് ബൈ മന്നാർഗുഡി മാഫിയ. വളരെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആ വാർത്ത വിറ്റഴിക്കപ്പെട്ടു. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്: നരേന്ദ്രമോദി ദ പ്രൈം മിനിസ്റ്റർ warned the Jayalalitha about the Shashikala's Mannargudi mafias and also the body brought from London എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മന്നാർഗുഡി മാഫിയയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഏറ്റവും അവസാനം കണ്ടപ്പോൾ പോലും ജയലളിതയ്ക്ക് ഇത് പിന്നെ ശാസന കൊടുത്തിരുന്നെന്നും ജയലളിത അത് മൈൻഡ് ചെയ്തില്ല എന്നും ഏറ്റവും അവസാനം ശശികല അവരുടെ വീട്ടിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പോയസ് ഗാർഡൻ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ശശികല വീട്ടിനകത്ത് പറഞ്ഞെന്നും അത് സമ്മതിക്കാതെ ശശികലയും ജയലളിതയും തമ്മിൽ അതിനകത്ത് അടിയുണ്ടായി എന്നും തലയ്ക്കടിച്ച് താഴെ വീണതിന് ശേഷം അവരെ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലാക്കിയെന്നും അന്ന് മുതൽ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ആ പത്രം പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അത്തരം നിയമപ്രശ്നങ്ങളിലേക്ക് കാരണം വരാതിരിക്കാനുള്ള മന്നാർഗുഡി മാഫിയുടെ നിലനിൽപ്പിന്റെ കൂടി ഒരു പ്രശ്നമായിട്ടൊരു തീർച്ചയായും ഇതിനകത്ത് അപ്പോ ജയലളിതയെ കൊണ്ടുപോയി പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം MLAമാരെ ഗവർണർ ഉൾപ്പെടെ കാണിക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്ഥലത്തിൽ അർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് പോലും കാണാനുള്ള അവസരം നിഷേധിക്കുന്നു. എന്നിട്ട് അവരുടെ ഇടത് തള്ളവിരലിന്റെ ഇതെടുത്ത് പ്രധാനപ്പെട്ട രേഖകളിലെല്ലാം ശശികലയും ഈ മാഫിയയും കൂടി ഒപ്പിട്ട് വാങ്ങുന്നു. അതുകൊണ്ടാണ് ഇളവരശിയുടെ പേരിൽ, ശശികലയുടെ സഹോദരി ഇളവരശിയുടെ പേരിൽ പോയസ് ഗാർഡൻ എഴുതി വെച്ചതായിട്ട് രേഖ ഉണ്ടെന്ന് ശശികല പറയുന്നില്ലേ? അത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ശശികലയുടെ തമ്പ് പ്രശ്നം കൈക്കലാക്കി വാങ്ങിയതാണെന്നുള്ള വിവരം. അതായത് എന്തായാലും മറ്റൊരു അധികാരം കേന്ദ്രം വന്നാൽ ഇതൊക്കെ തന്നെ ഇതെല്ലാം ഒറ്റ കാര്യം ചെയ്തായി. ഇവിടെ ഇപ്പോ പിന്നെ ജോർജ് കുരി ഇരിപ്പുണ്ടെന്നറിയില്ല. ഇപ്പോ
CBI അന്വേഷണം. ജയലളിതയെ ബോധം കെട്ട് വീണത് മുതൽ ഇതുവരെയുള്ള വിഷയത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ CBI അന്വേഷണം, പിന്നെ ഈ റിസോർട്ടിൽ നടക്കപ്പെടുന്ന നാടകങ്ങൾ ഉൾപ്പെടെ CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അപ്പോൾ തീരാവുന്ന വിഷയങ്ങളെ തമിഴ്നാട്ടിലുള്ളൂ. കാരണം മുഴുവൻ സ്വത്തുക്കൾ പിടിച്ചെടുത്തത്, MLA മാരെ സ്വാധീനിച്ചത്, പിന്നെ തമ്പിംപ്രഷൻ മേടിച്ചത്, പോയസ് ഗാർഡൻ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യം പറയട്ടെ, ശശികലയെ ഒരു പഞ്ചായത്ത് മെമ്പറാക്കാൻ പോലും ജയലളിത ശ്രമിച്ചിരുന്നില്ല. 2 തവണ പുറത്താക്കിയപ്പോൾ ഏറ്റവും അവസാനം പുറത്താക്കിയ സമയത്ത് അവർ അക്കായെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എഴുതിയ എഗ്രിമെന്റ് അതൊക്കെ വ്യക്തമാണ്. അത് തന്നെ തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ, അതായത് മറ്റൊരു അധികാര കേന്ദ്രം വന്നാൽ എന്തായാലും പല ഈ പറയുന്ന ദുരൂഹതകളും ചികഞ്ഞ് എടുക്കും. അത് നേരത്തെ തന്നെ ശ്രീ പനീർശെൽവം അതിൻ്റെ അന്വേഷണ സാധ്യതകൾ തുറന്നിട്ടിരുന്നു. കാവൽ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ മണ്ണാർഗുഡി മാഫിയയുടെ നിലനിൽപ്പ്, ശശികലയുടെ 4 വർഷമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നിയമക്കുരുക്കുകൾ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള നിലനിൽപ്പ് കൊണ്ട് തന്നെ ഇന്ന് ഒരു ഫ്ലോർ ടെസ്റ്റിലൂടെ കാര്യങ്ങൾ സാധ്യമാക്കുക അത് തന്നെ ആയിരിക്കും അന്തിമമായി തന്നെ സ്പീക്കറും സ്വീകരിക്കുക എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പല ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായത്തിനൊപ്പം നിയമതലത്തിൽ പോലും പല കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ ഭാവി, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മണ്ണാർഗുഡി മാഫിയയുടെ അടക്കമുള്ളവരുടെയൊക്കെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണോ ഇത്? ഷബീർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, വലിയ നാടകങ്ങൾ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അല്ല, അതിനു മുമ്പ് ഈ ദേശീയ രാഷ്ട്രീയ കക്ഷികളെ പറ്റി പറഞ്ഞതിനെ പറ്റി പ്രതിപാദിക്കേണ്ടിയിരിക്കുന്നു. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ടും വളർന്നു വരേണ്ട ഒരു സാഹചര്യമാണ്. അത് തമിഴ്നാട്ടിലെ പ്രത്യേക ദ്രാവിഡ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല. ആ രാഷ്ട്രീയം, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ചില ആദർശങ്ങളുണ്ടായിരുന്നു. അത് DMK-യിൽ അവരേതാണ്ട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റുകൾ പോലെ ഏതാണ്ട് ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു, കേഡർ പാർട്ടിയായിരുന്നു. അത് എന്തായിട്ട് മാറിയിരിക്കുന്നു? ആ DMK അവരുടെ ചിഹ്നത്തിൻ്റെ പേരിലുള്ള കമ്പനി, അത് എങ്ങനെയാണോ റിലയൻസ് ഇന്ത്യയിൽ, അതുപോലെയാണ് തമിഴ്നാട്ടിൽ. അങ്ങനെ ഒരു അഴിമതിയുടെ പരമ്പര തന്നെ ഒരു പല ബ്രാഞ്ചുകളിലായിട്ട് എത്രമാത്രം കുടുംബങ്ങളും അവരുടെ സ്വത്തുക്കളും തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. മാത്രമല്ല, കരുണാനിധി എന്ന് പറയുന്ന വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹം ഇന്ന് രംഗത്തില്ല, സ്റ്റാലിനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ AIDMK, അത് MGR-ൽ നിന്ന് തുടങ്ങിയതാണ്. DMK-യുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹവും അർപ്പണബോധവും എല്ലാം അംഗീകരിക്കപ്പെട്ടതാണ്. അത് MGR-ന് ശേഷം പിന്നെ ഒരു MGR താരമായതുകൊണ്ട് വേറൊരു താരം വന്നു, ജയലളിത. ആ ജയലളിത അമ്മയായിട്ട് മാറി. അമ്മയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചിന്നമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആൾ വരുന്നു. ഇപ്പോൾ ഒരു അരാഷ്ട്രീയവാദം ഏതാണ്ട് ആ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആദർശം പോയിട്ടൊരു അരാഷ്ട്രീയവാദമാണ് വരുന്നത്. കുടുംബവാദമോ അരാഷ്ട്രീയവാദവുമായിട്ട് മാറുന്നു. ഈ അവസരത്തിലാണ് എങ്ങനെയാണോ ആസാമിൽ AGP-യുടെ സ്ഥാനത്ത് BJP വന്നത്. ഒരു 10 വർഷം മുമ്പ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ആക്ഷേപിക്കുമായിരുന്നു. ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എങ്ങനെയാണോ ലോകത്തിൽ ആദ്യമായിട്ടൊരു വിദ്യാർത്ഥി നേതാവ് തന്നെ മുഖ്യമന്ത്രിയായത്, അതേ സംസ്ഥാനത്ത് അന്ന് ഇന്ത്യക്കാർ പുറത്തു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് എഴുതിയ സ്ഥലത്ത് ഇന്ന് ഭാരത് മാതാ കീ ജയ് എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് കാമരാജിൻ്റെ നാടാണ് തമിഴ്നാട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരികയും അവർക്ക് സ്വാധീനം ഉറപ്പിക്കുവാൻ ഉള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എങ്ങനെയാണോ സർവാനന്ദ സോനോവാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വന്നയാൾ തന്നെ അവിടെ മുഖ്യമന്ത്രി ആയതുപോലെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അതേ ശാഖയിൽ കൂടെ അതേ രീതിയിൽ കൂടെ ഈ ദേശീയ കക്ഷികൾ പോകേണ്ടി വരും. അതായത് ബിജെപിക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് ശ്രീ ജോർജ് കുര്യൻ. ആ രീതിയിലുള്ള അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നെന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത്? തീർച്ചയായിട്ടും. അതിനെന്താ സംശയം? BJP വഴിയാണ് ശ്രീ ജോർജ് കുര്യൻ മുന്നിലുള്ളത്? ഇവിടെ അതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല BJP നിലകൊള്ളുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരുന്നപ്പോൾ ഇപ്പോൾ തന്നെ ദേവദാസ് പറഞ്ഞതുപോലെ ആ ശശികലയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയാൽ മതിയായിരുന്നു. BJP-ക്ക് അവരുടെ എല്ലാ പിന്തുണ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല BJP നിലകൊള്ളുന്നത്. ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്.
അത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ആ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കും ഈ തമിഴ്നാട്ടിൽ. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ തമിഴ്നാട്ടിൽ വളരുന്നതിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും BJPക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്ക് ശ്രീ ദേവദാസ് അതായത് ജോർജ് കുര്യൻ അവകാശപ്പെടുന്നത് പോലെ BJPക്ക് പര്യാപ്തമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ദേശീയ കക്ഷി എന്ന് പറയുമ്പോൾ അവിടെ BJPയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. BJPക്ക് കടന്നു വരാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ തമിഴ്നാട്ടിൽ ഇന്നുള്ളത്? പ്രത്യേകിച്ച് അവിടെ നമ്പറിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് പരിശോധിക്കണം BJPയുടെ അവസ്ഥ. പ്രതീക്ഷ BJPക്ക് ഒരിക്കലും അവിടെ കടന്നു വരാൻ പറ്റൂല. അപ്പൊ BJP എന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടനും മുട്ടനും അടിച്ചിട്ട് രണ്ടാളും ചാവട്ടെ, ചത്തിട്ട് കുറുനരി കടയ്ക്കുന്ന പോലെ ഇറച്ചി കഷ്ണം ഇതാക്കാനാ പോകുന്നത്. ഞാൻ ഈ ശശികല ആവണം എന്നല്ല പറയുന്നത്. ഫ്ലോറിൽ ആരാണ് മെജോറിറ്റി ഉള്ളത് അത് മാത്രമേ ഗവർണർക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ആ ഭരണഘടന BJPക്ക് ഏത് ജനാധിപത്യ രീതിയിലും തമിഴ്നാട്ടിൽ ഇടപെടാം. പക്ഷേ BJP ഇടപെടുന്നത് ജനാധിപത്യ രീതിയിലല്ല. കോടാലിൻ്റെ കൈയായിട്ട് ഗവർണറെ ഉപയോഗിച്ച് കളവ് കളിച്ച് ബാക്ക് ഡോറിലെ ഇതേ ശശികലേൻ്റെ തലയിൽ ഉഴിഞ്ഞിട്ട് അവിടെ കാരണവരായ മുഖ്യമന്ത്രി പനീർ സെൽവം അവിടെ നിൽക്കുമ്പോൾ അയാളെ നോക്കാണ്ട് ശശികലേനെ ഒഴിഞ്ഞിട്ട് ബാക്ക് ഡോറിലേക്ക് കയറാൻ നോക്കിയതിൻ്റെ പരിണിത ഫലമാണിത്. ഇവിടെ 164 ഭരണഘടനയെ ഇവർ പ്രോസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുന്നു. അതാണ് ചോദ്യം. പിന്നെ ഷെഫീർ പറഞ്ഞത് കോൺഗ്രസും ഇതിൽ മൊറാലിറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കോൺഗ്രസ് കർണാടകയിൽ ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞിട്ട് ഇതേ റിസോർട്ടിൽ 2008 മുതൽ 2010 വരെ പല റിസോർട്ടിലും കൊണ്ടുപോയിട്ട് കോൺഗ്രസും BJP MLA-മാർ താമസിപ്പിച്ചവരാണ് കോൺഗ്രസ്. കാലാകാലമായിട്ട് കോൺഗ്രസ് ആണ് 58-ൽ കേരളത്തിൽ ജനാധിപത്യം മുക്കി കൊന്നത്. അപ്പോൾ ഇവർ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നോ അത് BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അവർ ഭരണഘടനയെ ഞെക്കിക്കൊല്ലുന്നു, 356 ഉപയോഗിക്കുന്നു. അത് ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ ഉള്ളപ്പോൾ ഇടപെടേണ്ടത് ഏറ്റവും ഭയങ്കരമായിട്ട് സെൻറ്ററാണ്. സെൻറ്റർ പക്ഷേ നോക്കി നിൽക്കുന്നു. അതാണ് നേരെ ഈ കാഴ്ച കാണുന്നത്. കള്ള് ഷാപ്പിനെ നാണിപ്പിക്കും. പോത്തുകളെ കൊണ്ടുപോകുന്ന പോലെ ജനങ്ങൾ നിഷ്കളങ്കരായ തമിഴന്മാരെ പറ്റിക്കാൻ DMK, ADMK, BJP എല്ലാ ദേശീയ പാർട്ടികളും നിലനിന്നിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്നത്. ഇന്നിനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുള്ളൂ. എന്തറിയാം, നിയമസഭയിൽ ഈ സ്പീക്കർ എപ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ നിയമസഭ വിളിച്ചോളുക. സ്പീക്കർ എപ്പോഴാണ് ഇത് ഡിസ്പാനിൽ ഇന്ന് നിർത്തിവെച്ചു എന്ന് പറയുന്നത് അപ്പം നിയമസഭ നിർത്തിവെക്കുക. അത്ര മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീരപ്പനാണ് ഇതിലും ഭേദം എന്ന് തോന്നുന്നു. വീരപ്പനാണ് PV തോമസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൈമികാമുകരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നീക്കങ്ങൾ അവിടെ BJP അവകാശപ്പെടുന്നത് പോലെ പറ്റിയ ഒരു സാഹചര്യം തെളിയുന്നുണ്ടോ? അതോ ദ്രവിഡൻ രാഷ്ട്രീയത്തിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഇത്തരം കക്ഷികൾക്കൊക്കെ കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ പക്ഷേ അടിത്തറ പരിശോധിച്ചാൽ നേരത്തെ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കടന്നു വരാൻ ജോർജ് കുര്യൻ അവകാശപ്പെടുന്നത് പോലെ എളുപ്പമാണോ? ഞാൻ പറയാം പ്രജീഷ്, അതായത് എൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്സ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, നിശ്ചലമല്ല. അതൊരു ഡൈനാമിക്കാണത്. അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഒരിക്കലും തമിഴ്നാട്ടിലേക്ക് BJPക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എത്ര കാലം കഴിഞ്ഞായിരിക്കാം. അല്ലെങ്കിൽ ദ്രവിഡൻ പൊളിറ്റിക്സിൻ്റെ ആ വീരതയും അതിൻ്റെ ശൗര്യം എല്ലാം മാറിപ്പോയി എന്നും കറപ്റ്റാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ജനതയെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വിശ്വാസങ്ങളും അവരുടെ സംസ്കാരവും ആചാരങ്ങളും എല്ലാം വളരെ രൂഢമൂലമാണ്. അതിലേക്ക് മാറ്റുവാനായിട്ട്, അതിലേക്ക് ലയിക്കുവാനായിട്ട്, അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് BJPക്ക് എത്രമാത്രം സാധിക്കും, സംഘപരിവാർ എത്രമാത്രം സാധിക്കും. സംഘപരിവാറിൻ്റെ ഒരു കാലത്ത് 1977 കാലഘട്ടങ്ങളിൽ ഞാൻ ദെറാദൂണിലുള്ളപ്പോൾ മുദ്രാവാക്യം ദെറാദൂണിലെ നഗരത്തിലെ ചുമരുകൾ എഴുതിയിരുന്നതാണ് ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്നുള്ളൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിയത്. അതുപോലെ ഇതൊക്കെ മാറി വന്നിട്ട് തമിഴ്നാട്ടിലേക്ക് വരുവാനായിട്ട് സാധിച്ചാൽ തന്നെയും ഈ ദ്രാവിഡ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഈ ഒരു യൂണിപ്പോളറായിട്ടുള്ള സംഭവത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഒരുപക്ഷെ അത് BJPക്ക് അതിൻ്റെ അധികാരത്തിൽ അതിൻ്റെ ആദർശങ്ങളിൽ വെള്ളം കയറ്റേണ്ടതായിട്ട് വരും. അല്ലാത്തത്തോളം കാലം ഒരിക്കലും തമിഴ് ജനത ഇതുപോലെയുള്ള
ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP കാണുന്നത് ഒരു വടക്കേന്ത്യൻ ആധിപത്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ BJPക്ക് സാധിച്ചില്ലേ? ആസാമിൽ സാധിച്ചു, ആസാമിൽ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും നോർത്ത് ഈസ്റ്റിലും പതിയെ BJP പലയിടങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ നേരെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ തമിഴ്നാട്ടിലെ അവസ്ഥ ഗൗരവമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. സഭയിൽ നടന്നിറങ്ങിയ ദൃശ്യങ്ങൾ ശ്രീ PV തോമസ് വൈൻഡപ്പ് ചെയ്യാം. അതായത് അരാഷ്ട്രീയവാദം എന്ന് ജോർജ് കുര്യൻ പറയുകയുണ്ടായി. അരാഷ്ട്രീയവാദമല്ല, അതൊരു സംസ്കാരവാദമാണ്, അവരുടെ സംസ്കാരത്തിന്റെ വാദമാണ്. അത് കൾച്ചറൽ സാംസ്കാരിക ദേശീയതയിലായിരിക്കാം, അവരുടേതായ ഒരു സംസ്കാരമാണ് അവർ പറയുന്നത്. അത് BJPക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയാണെങ്കിൽ ക്രമേണ കടന്നു വരാൻ സാധിച്ചേക്കാം. കാരണം ആർക്ക് വാതിലടയ്ക്കാൻ പറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ? അപ്പോൾ ദേശീയ രാഷ്ട്രീയ കക്ഷികളായ കോൺഗ്രസിനും BJPക്കും ഒക്കെ അവിടെ വരാൻ സാധിക്കും. 9% ഉണ്ടെന്ന് എൻ്റെ സുഹൃത്ത് പറയുകയുണ്ടായി. ശരി തന്നെയാണ്. 9% എവിടെ നിന്ന് എങ്ങോട്ടാണ് വന്നത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. UP-യിലും ഉണ്ട്, ഏതാണ്ട് 7-8% ഉണ്ട്, കോൺഗ്രസിന് ഉണ്ട്. ഇപ്പോൾ SP-യുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പല രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ഒരു യൂണിറ്റി എല്ലാം ഉണ്ടാകാം, സഖ്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ മാത്രം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഒന്നും നടക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന MA മസൂദ്, TT ഉഷ, ജോർജ് കുര്യൻ, PV തോമസ്, ദേവദാസ്, അഡ്വക്കേറ്റ് BRM ഷെഫീർ, SB മധു. വളരെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ നടക്കുന്നതാണ് കണ്ടത്.